ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അവലുണ്ടയാണ്. അവൽ ലഡു, അവലുണ്ട എന്നൊക്കെ പറയും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട, ആവിയിൽ വേവിക്കേണ്ട, അല്ലാതെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനുവേണ്ടി ചെയ്യുന്നത് ശർക്കര പാനിയാക്കിയെടുക്കണം. നമുക്ക് എന്തോരം മധുരം വേണോ അതനുസരിച്ചുള്ള ശർക്കര ചേർത്ത് കൊടുത്ത് നമുക്ക് പാനിയാക്കിയെടുക്കാം. അപ്പോൾ 2 കപ്പ് അവിലിനുള്ള ശർക്കരപ്പാനിയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഉരുകിയ ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ഒരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. കടായിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് അവിലാണ്. ഈ കപ്പിൽ 2 കപ്പ് അവിലും അതുപോലെ തന്നെ ആ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങയും. അപ്പോൾ 2 കപ്പ് അവിലും 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട, ഇത് മാത്രം ഇട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം. കരിഞ്ഞു പോവല്ലേ. അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം കൂട്ടി കൊടുക്കുകയോ ചെയ്യരുത്. കരിഞ്ഞു പോകാതെ ഈ തേങ്ങയിൽ വെള്ളം പറ്റുന്നത് വരെ തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. ശർക്കരപ്പാനി ഇതെല്ലാം ചേർത്ത് ഇത് ഉണ്ടാക്കിയെടുക്കും. നല്ല ഹെൽത്തിയാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുത്ത ശേഷം ചൂടാറിയിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇട്ടതിനേക്കാൾ അളവ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിലൊന്ന് ഞെരടി നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇത് മൂത്തിട്ടുണ്ടോയെന്ന്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചൂടാറിയ ശേഷം മിക്സിയിലോട്ട് പൊടിച്ചെടുക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ച ശർക്കരപ്പാനി ഇതുപോലെ അരിച്ചു കൊടുക്കാം. അപ്പോൾ അതിലെ കല്ലും മണ്ണൊക്കെ ഒന്ന് പോകും. അരിച്ചു കൊടുത്ത ശേഷം നമ്മൾ മിക്സിയിൽ പൊടിച്ച അവലിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കേണ്ടതാണ്. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അല്പം വെള്ളം കൂടെ ഇരിക്കുന്നതെന്ന് തോന്നിയാലും കുഴപ്പമില്ല, പെട്ടെന്ന് അതിന് കട്ടയായി വന്നോളും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1 സ്പൂൺ നെയ്യാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഇത്തിരി ഏറെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 6 ഏലക്ക തൊലി കളഞ്ഞ ശേഷം കുരു മാത്രം പൊടിച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് എള്ളാണ്. വെളുത്ത എള്ളുണ്ടെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 1 സ്പൂൺ എള്ള എടുത്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇത്രയും കൂട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ അവലുണ്ടയ്ക്ക് വേണ്ടി തയ്യാറാക്കിയെടുക്കാൻ. വേറെ ഒന്നും നമ്മളിതിലേക്ക് ഇനി ചേർക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അവൽ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിനി കൈ വെച്ച് ഉരുട്ടിയെടുക്കണം. അപ്പോൾ കയ്യിൽ ഇത്തിരി നെയ്യ് ഒന്ന് തൂത്ത് കൊടുത്ത ശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അത് വലുപ്പം നമ്മൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല. ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ 2 കൈയിലും വെച്ചൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. നല്ല ടേസ്റ്റും ആട്ടോ. പ്രത്യേകിച്ച് ഇത് പിറ്റേ ദിവസമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് ഉരുട്ടിയെടുക്കാം. എനിക്കിപ്പോൾ ഏകദേശം ഒരു 15 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട്. പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. 4 മണിക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അവലുണ്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം ഇനി അവൽ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്